ഗൈസ്, അപ്പോൾ ഇന്ന് മീനഭരണി ദിവസമാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ആനകളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വൈകുന്നേരം എഴുന്നള്ളിക്കുന്ന സമയത്ത് പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ദേ ഈ സ്വീകരിക്കുന്ന സമയത്ത് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചേച്ചിയും ചാക്കിട്ട് നേരെ ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ കുറച്ച് ബ്ലോക്ക് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ആനകളെ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കടവൂരാനെ ആയിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുന്നിടത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടവൂരാനെ ഓവർടേക്ക് ചെയ്ത് അവിടെ നിന്ന് കാണാൻ കരുതി കേട്ടോ. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. പാമ്പാടി രാജനെ ഓൾറെഡി അവിടെ സ്വീകരണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതെന്തായാലും ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനെല്ലാം നിൽക്കുന്നിടത്ത് പോയി കാണാൻ വേണ്ടിയിട്ട്. കുറെ നാളായിട്ട് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു കേട്ടോ തൃക്കടവൂർ ശിവരാജുവിനെ. അങ്ങനെ ഇത്തവണ എന്തായാലും കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ കരയിലെ ആനകൾക്ക് ഈ ഒരു സമയമായിരുന്നു കേട്ടോ സ്വീകരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ അതേ പോകുന്ന വഴിയൊക്കെ നമ്മൾ ആനകളെ കാണുന്നുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ നേരെ തൃക്കടവൂർ ശിവരാജുവിന്റെ പുറകിൽ വെച്ച് പിടിച്ചു. പുനലൂർ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അവിടെ വെച്ചായിരുന്നു കേട്ടോ തൃക്കടവൂർ ശിവരാജുവിന് ഗംഭീര സ്വീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ ഇനി അടുത്ത ആനകളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഓരോരുത്തരെ ആയിട്ട് പോയി കണ്ടു. ഇത് അക്രമേൽ ശേഖരനാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നായരമ്പലം രാജശേഖരനാണ് കേട്ടോ. അപ്പൊ ഇതിനെ രണ്ടിനെയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇത്തവണ ഇതിനെ രണ്ടിനെയും കൂടി കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ പാമ്പാടി രാജന്റെ അടുത്തേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനയാണ് പാമ്പാടി രാജൻ. ഇതിനെ ഞാൻ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ കാണുന്നത്, നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ സ്വീകരിക്കുന്ന കാണാൻ പറ്റിയില്ലെങ്കിലും ദേ ഇവിടെ വന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ദേ ഇതിനെ ഇവിടുന്ന് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ എല്ലാ ആനകളെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി, കുറച്ചൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.